അങ്ങനെ പുതിയ ഇറാൻ്റെ പരമോന്നത നേതാവ് മുജിത്തബ ഖാംനെയിയുടെ കൃത്യമായ സന്ദേശം പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞത് ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കും, തങ്ങളുടെ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കും, അതോടൊപ്പം മിഡിൽ ഈസ്റ്റിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളെയും ആക്രമിച്ചുകൊണ്ടിരിക്കും. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം ഇറാനിയൻ റേഡിയോയ്ക്ക് നൽകിയ ആദ്യ സന്ദേശത്തിൽ പറഞ്ഞത്. ഇതുവരെ അദ്ദേഹത്തിന് പരിക്കേറ്റുവെന്നും അദ്ദേഹത്തിന് മാരകമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുമൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിലും വളരെ കൃത്യമായി 3 നിലപാടുകളാണ് അദ്ദേഹം ലോകത്തോട്, ഇറാനിലെ ജനങ്ങളോടും ലോകത്തെയും അറിയിച്ചത്. അതിലൊന്നാമത്തേത് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കും എന്നാണ്. അതായത് തങ്ങളുടെ സ്വീകാര്യതയുള്ള ചരക്ക് നീക്കമല്ലാതെ അതിലൂടെ ഒരു ബലപ്രയോഗത്തിലൂടെയും യാതൊരു ചരക്ക് നീക്കവും അനുവദിക്കില്ല. അങ്ങനെ ഉണ്ടായാൽ അത് ശക്തമായി ആക്രമിക്കും. ഹോർമുസ് കടലിടുക്കും ഇറാനും തമ്മിലുള്ള ബന്ധം നമ്മളിലെ സാധാരണ കൈ അകലെ എന്ന് പറയുന്നത് പോലെയാണ്. വളരെ തന്ത്രപ്രധാനമായ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റീച്ചബിളായിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അതിലേക്കുള്ള ചരക്ക് നീക്കം തങ്ങളായിരിക്കും നിയന്ത്രിക്കുക. അത് ഞങ്ങൾക്ക് വേണ്ടാത്തവർക്ക് അടഞ്ഞു തന്നെ കിടക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വാചകം. രണ്ടാമത്തേത് രക്തസാക്ഷികളുടെ ചോരയ്ക്കും പിഞ്ചു മക്കളുടെ ചോരയ്ക്കും പകരം ചോദിക്കും എന്നാണ്. 160ഓളം പിഞ്ചു ബാലികമാരെ കൊന്നത് ഈ സമാധാനത്തിൻ്റെ നോബൽ സമ്മാനത്തിനു വേണ്ടി കരഞ്ഞ് യാചിച്ച് നിലവിളിച്ച ട്രംപ് എന്ന യുദ്ധകുതിയനാണ് എന്നത് ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതുവരെ പറഞ്ഞിരുന്നത് അത് തങ്ങളല്ല വേറെ ആരോ ആണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ അത് അമേരിക്കൻ ബോംബാക്രമണം തന്നെയായിരുന്നുവെന്നും ആ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയ ഭീകരത ഇനി ഇവൻ്റെ ചരിത്രകാലം മുഴുവൻ ഈ പറഞ്ഞതുപോലെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചോര കുടിച്ച ആ ചോരക്കറ ഈ അമേരിക്കൻ ട്രംപിൻ്റെ കൈകളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രക്തസാക്ഷികളായവരുടെയും ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ചോരയ്ക്ക് പകരം ചോദിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. മൂന്നാമത്തേതായി അദ്ദേഹം പറഞ്ഞത് മിഡിൽ ഈസ്റ്റിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളെയും തങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ അത് അടച്ചിടണം. ആക്രമണം അവിടെ മാത്രമായിരിക്കും. അതൊരു വൈരുദ്ധ്യാത്മക പ്രസ്താവനയാണ്. എങ്ങനെയാണ് വൈരുദ്ധ്യാത്മകമാവുന്നതെന്ന് ചോദിച്ചാൽ മിഡിൽ ഈസ്റ്റുകാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ കാലമാടന്മാരെ അവിടെ എല്ലാം കൊണ്ടുവന്ന് തീറ്റിപ്പോറ്റി അവസരം കൊടുത്ത് ബേസ് ഉണ്ടാക്കി വെച്ചത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് യവനൊക്കെ ഇല്ലായിരുന്നെങ്കിൽ സ്വസ്ഥമായി ഇവിടെ കഴിയാമായിരുന്നു എന്ന നിലയിലാണ്. അതുകൊണ്ട് അവരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നും അത് അവസാനിപ്പിച്ച് അവരുടെ ബേസുകൾ അടയ്ക്കാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തയ്യാറാകണം എന്നുള്ളതുമാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓർക്കേണ്ടത് ഉക്രൈൻ റഷ്യ യുദ്ധമുണ്ടാകുന്നത് ഉക്രൈനിലേക്ക് റഷ്യയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സഖ്യകക്ഷിയാക്കി നടത്തിയ ഒരു സൈനിക നീക്കത്തിൻ്റെ ഫലമാണ് റഷ്യ പ്രത്യാക്രമണം തുടങ്ങിയത്. എന്നാൽ ഇറാൻ്റെ ചുറ്റിനും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അവരുടെ ചെലവിൽ സ്വന്തം ബേസ് ഉണ്ടാക്കി നമ്മൾ സാധാരണ തോക്ക് ചൂണ്ടി നിർത്തിയിരിക്കുന്നത് പോലെ നിർത്തിയിരിക്കുകയായിരുന്നു ട്രംപ്. പക്ഷേ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അനങ്ങാൻ കഴിയാത്തത് അവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും വികാരം മറ്റൊന്നാണെന്ന് അവിടുത്തെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അറിയാം. അതുകൊണ്ടുകൂടിയാണ് അവർ പണ്ട് കുവൈറ്റ് അധിനിവേശം പോലെ കൈവിട്ടടിക്കാൻ അവസരം നൽകാതെ തന്ത്രപ്രധാനമായ നിലപാട് സ്വീകരിക്കുന്നത്. ഇത് അടച്ചു പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. ഏതായാലും ഈ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ.